Hi friends, welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറെ കുറിച്ചാണ്. ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരു ചാനലിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു കോമഡി ഉണ്ട്. ഒരു ഫോൺ സ്വന്തമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ചാനലുണ്ടെന്ന്. കുറച്ചൊക്കെ ശരിയാണ്. ഒത്തിരി ചാനലുകളുണ്ട്, ലക്ഷക്കണക്കിന് ചാനലുകൾ പൊട്ടിമുളച്ച് വന്നുകൊണ്ടിരിക്കുന്നു, ഓൾറെഡി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചില ചാനലുകളൊക്കെ ക്ലിക്കായിട്ടുണ്ട്, വളരെ ഉയരങ്ങളിലെത്തി. ചിലർ നല്ല കണ്ടൻറ് ഇട്ടതുകൊണ്ട് മാത്രം ചാനൽ വളർന്ന് വളരെ ഉയരത്തിലെത്തി കഷ്ടപ്പെട്ടെത്തിയവരുണ്ട്. ചിലരൊക്കെ ലക്ക് കൊണ്ടെത്തിയവരുണ്ട്. രണ്ട് രീതിക്കാണെങ്കിലും എത്തിയതുണ്ട്. ഇത് എങ്ങനെയാണെങ്കിലും പൊതുവെ യൂട്യൂബറായിട്ടുള്ള ചാനലുള്ള ആൾക്കാരുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം ഇവിടെ ഞാൻ പറയുന്നുണ്ട്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല, എന്നാലും അതൊരു സത്യമാണ്, ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. ചാനൽ ഉയരങ്ങളിൽ എത്തുന്നിടം വരെയൊക്കെ ഇവർക്കൊക്കെ നല്ല മര്യാദ കാണും. ഉയരങ്ങളിലൊക്കെ എത്തിക്കുന്ന ആരാണ്? പൊതുജനവും എല്ലാവരോടും കൂടി. അവർ വന്ന് കാണുന്നതുകൊണ്ടാണല്ലോ ചാനൽ വളരുന്നത്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് ഈ ചാനലുള്ളവരോട് ആവശ്യപ്പെടുന്ന പോലത്തെ ഒരു സംവിധാനമുണ്ട്. ഒരാൾ വന്ന് കമൻ്റ് ഇടുക, നമ്മൾ അവരുടെ കുറച്ച് സമയം അവർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. നല്ല കണ്ടൻറ്റാണ് ചിലപ്പോൾ കാണുന്നത്, അവരുടെ ആവശ്യമാണ്. രണ്ടായാലും നമ്മളുടെ ചാനലിൽ വന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാർട്ട് ചിഹ്നം യൂട്യൂബ് അവിടെ തന്നിട്ടുണ്ട്, ഈ കമൻ്റ് ഇട്ടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാനലുകൾ എത്രയും ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞ ചാനലുകൾ ആ ഹാർട്ട് ചിഹ്നം പലപ്പോഴും നമുക്ക് തരാറില്ല. പിന്നെ സെലിബ്രിറ്റീസാണ്, പിന്നെ നോക്കുക വേണ്ട, അവർ ഒന്നിനും മറുപടി തരില്ല. ഇനി അത് പോട്ടെ, ഇനി മറുപടി തരാൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാവാം, ഒരു ഹാർട്ട് ചിഹ്നവും തരികയില്ല. അവരൊന്നും ചാനലൊന്നും ശ്രദ്ധിക്കുന്നില്ലാത്ത പോലെ നമുക്ക് തോന്നും. അതൊക്കെ വെറുതെയാണ്, ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊരു അലിഖിത നിയമം പോലെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അങ്ങനെയാണ്. അതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും, ഒരു സംശയമില്ല. അങ്ങനെയുള്ള ചാനലുകാരൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അത്ര വലിയ മര്യാദയൊന്നും ആരും കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഞാൻ ഇന്നിവിടെ ഈ പറയുന്ന ഈ ചാനൽ ഉള്ളത്. അപ്പോൾ ഈ ചാനലിനൊരു പ്രത്യേകതയില്ലേ, ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ചാനൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ കാലത്ത് ചാനൽ പെട്ടെന്ന് ലോട്ടറി അടിച്ച പോലെ ഉയരങ്ങളിലെത്തിയ കുറേ ഫാമിലി വ്ളോഗ്സൊക്കെ ഇവിടെയുണ്ട്. അവരോടൊക്കെ ചിലരോടൊക്കെ ഒത്തിരി ഇൻകം വന്നല്ലോ, ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ് അവർക്കൊരു 100 രൂപ പോലും എടുക്കാനില്ലാത്ത കാലത്ത് അവരെ ആരും സഹായിച്ചിട്ടില്ല, അതുകൊണ്ടൊന്നും സഹായിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആ പണമൊക്കെ ഉപയോഗിച്ച് ആഡംബരങ്ങളാണ് പലതും അവരൊക്കെ ചെയ്ത്. പക്ഷേ ഞാനിന്നിവിടെ ഈ പറയുന്ന ചാനൽ നിക്ക് വ്ളോഗ്സ്, NICK, നിക്ക് വ്ളോഗ്സ്, ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനമാണ്. അതിലുപരിയായിട്ട് അർഹതയുള്ളവർക്ക്, അതായത് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാമെന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. ഇതങ്ങനെ ചെയ്യുന്ന പേര് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദാനവും അല്ലെ അങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനവും ഒന്നും അല്ല ചെയ്യുന്നത്. ഈ ചാനൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും കറണ്ട് ബില്ല് ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ഒക്കെ ആണെങ്കിലും കറണ്ട് ബില്ല് വരുമ്പോഴത്തേന് ഒരു ഞെട്ടലുണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് ഒരാളിങ്ങോട്ട് കടന്നു വന്ന് പറയാം, ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് ഞാൻ അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ എന്തുവായിരിക്കും മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നും. അത് തന്നെ. പിന്നെ കോവിഡ് വാക്സിൻ എടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ലോട്ടറി ടിക്കറ്റ് മൊത്തമായിട്ട് വാങ്ങി സഹായിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ജ്യൂസ് വാങ്ങിക്കൊടുത്ത് ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരാൾക്കല്ല കേട്ടോ ഈ പറയുന്നത്. പിന്നെ പെട്രോൾ അടിക്കാൻ, അങ്ങനെയുള്ള പല പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്തത് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചാണ് ചെയ്തത്. അല്ലാതെ ഇപ്പം ഞാൻ നല്ല കണ്ടൻറ് ഇട്ട് എനിക്ക് കിട്ടിയതല്ല ഞാൻ സ്വന്തമായിട്ടങ്ങ് എടുക്കും, ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ളതല്ല പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു ചാനലാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. ഇത് എടുത്ത് പറയാൻ കാര്യം, ഇന്ന് യൂട്യൂബർമാരാരും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യത്തില്ല ചാരിറ്റി പ്രവർത്തനം. കുറച്ച് പേരൊക്കെ ഇതിലോട്ട് വരുന്നുണ്ട്, ഇല്ലെന്നല്ല, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. എന്നാലും ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഒന്നും ചെയ്യത്തില്ലെന്നല്ല, പടികൾ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പം അവർ ആ സാധാരണ ഒരു മാനേഴ്സും കൂടെ വിട്ടുപോയ ഒരു ഇതാണ് എനിക്ക് മനസ്സിലായത്. ആലപ്പുഴ ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പെയ്ഡ് വാക്സിൻ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇത്ര നേരത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പുതിയ ബാച്ചാണ്. ഇനിയുള്ള 50 പേർക്ക് പോകുന്നത് പുതിയ ബാച്ച് നമ്പറാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വാക്സിനേഷൻ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. അത് പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ മാസ്കിന്റെ ഉള്ളിലും ഒരു ചെറു പുഞ്ചിരി കാണാം. കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. സൂൺ എന്നെ സ്നേഹിക്കുന്ന എല്ലാരും നമ്മുടെ ഓരോ തവണയും ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു പെടയാണ്. നമ്മൾ നടത്തിയ പ്രോജക്ട്സായ ഫ്രീ പെട്രോൾ, ഫ്രീ വാക്സിനേഷൻ, ഫ്രീ മെഡിസിൻ, ദാ ഇപ്പോൾ ഒരു പൊൻതൂവൽ കൂടി, ഫ്രീ ഇലക്ട്രിസിറ്റി. நாங்க 2 பேரும் இந்த பேசணும் காசை வச்சு தான் ஐயா சாப்பிடுறோம். இந்த வயசுல ஐயா வேலைக்கு போக അപ്പോൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങളൊക്കെ ചാനൽ എപ്പോഴെങ്കിലുമൊക്കെ ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പം ഈ ചാനലിനെയൊക്കെ മാതൃകയാക്കാവുന്നതാണ്. ഇത്രയൊന്നും ചെയ്തില്ലെങ്കിലും തൊട്ട് അയൽവക്കത്തെങ്കിലും കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.